കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കോഴ ആരോപണത്തിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത ഷാജി പൂത്തട്ടയുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം പൂർത്തിയായി. കേരള സർവകലാശാല കലോത്സവത്തിൽ വിധികർത്താവായിരുന്നു നൃത്ത പരിശീലകനായ ഷാജി. സംഭവത്തിൽ ഷാജിയുടെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. 8 സുഹൃത്തുക്കളെയാണ് ചോദ്യം ചെയ്തത്. കണ്ണൂർ സിറ്റി പോലീസ് ഇൻസ്പെക്ടർ SB കൈലാസ് ദാസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് 3 ദിവസമായി ഷാജിയുടെ അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തതും. ഷാജിയുടെ ആത്മഹത്യയ്ക്കിടയായ സാഹചര്യം പരിശോധിക്കുകയായിരുന്നു പോലീസ്. മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ലഭിച്ച ഫോൺ നമ്പറുടെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. ഷാജി അവസാനമായി വിളിച്ച കാസർഗോഡ് സ്വദേശി മുരുകദാസിനെ വിശദമായി ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തേക്ക് പോകാൻ പേടിയുണ്ടെന്നും കൂടെ വരണമെന്നും ഷാജി പറഞ്ഞെന്നും കൂടെ പോകാൻ തയ്യാറായിരുന്നതായും മുരുകദാസ് മൊഴി നൽകി. ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമായ ഭീഷണി, ഫോൺ വിളികളോ മറ്റ് സന്ദേശങ്ങളോ കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് പോലീസ് പറഞ്ഞു. ഷാജിയുടെ മറ്റൊരു മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കി. ഷാജിയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കലോത്സവത്തിൽ കോഴ ആരോപണത്തെ തുടർന്നുള്ള കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെത്താൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ കുടുങ്ങുമോ എന്ന ആദി ഷാജിക്കുണ്ടായിരുന്നു. കേസും മറ്റുമായി പോകേണ്ടി വരുമ്പോൾ അത് കരിയറിനെ ബാധിക്കുമോ എന്ന ഭയവും നൃത്ത പരിശീലകനായി തുടരാനാകുമോ എന്ന ആശങ്കയും അലട്ടിയിരുന്നു. ഇതെല്ലാമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഷാജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം പൂർത്തിയായി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പോലീസ് നടത്തിയ അന്വേഷണത്തിലും മർദ്ദനമേറ്റതായി കണ്ടെത്തിയിട്ടില്ല. മുഖത്തോ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ അടിയേറ്റ പാടുകളോ മർദ്ദനമേറ്റ ക്ഷതങ്ങളോ ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഷാജിയുടെ ആത്മഹത്യ വലിയ ചർച്ചയായ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ മുഖവും മറ്റും പ്രത്യേകം പരിശോധിച്ചതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. മാർഗംകളി ഇനത്തിന്റെ വിധികർത്താവായിരുന്ന കണ്ണൂർ താഴെചൊവ്വ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദാലയത്തിൽ PN ഷാജിയാണ് 13-ാം തീയതി മരിച്ചത്. നൃത്താധ്യാപകനായിരുന്നു. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിനകത്ത് മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു. ഉച്ചഭക്ഷണം വേണ്ടെന്നും വിളിക്കരുതെന്നും വീട്ടുകാരോട് പറഞ്ഞു. തുടർന്ന് വീട്ടുകാർ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്നാരോപിച്ച് യുവജനോത്സവത്തിനിടെ സംഘർഷം നടന്നിരുന്നു. കൂടുതൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മത്സരങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ VC ഇടപെട്ട് കലോത്സവം നിർത്തിവെക്കുകയായിരുന്നു. ഫലം അട്ടിമറിച്ചെന്ന് കാണിച്ച് സർവകലാശാല യൂണിയൻ വാട്സപ്പ് സന്ദേശം തെളിവായി നൽകി പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഷാജിയെയും 2 പരിശീലകരെയും കന്റോൺമെന്റ് പോലീസ് വേദിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. അടുത്ത ദിവസം ഇദ്ദേഹത്തോട് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കാണിച്ച് കന്റോൺമെന്റ് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനിടയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.